അല്ല, അങ്ങനെ രാത്രിത്തെ റൈഡിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പാലത്തേക്കൊന്ന് പോവാണ്. ആ ഭാഗത്തേക്കുള്ള ബീച്ചൊക്കെ വളരെ നല്ല രസമായിരിക്കും. കാരണം ഫാമിലീസൊക്കെ ഒരുപാട് വരുന്ന സ്ഥലം ഇവിടാണ്. ഫുഡ് സ്ട്രീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട്. ഏകദേശം നല്ല രസമാണ് രാത്രി അങ്ങനെ ഫാമിലീസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കണ്ടില്ല. അടിപൊളി സ്പോട്ട്, സൈലൻ്റ് ഏരിയ ആണ്. ബീച്ച് നല്ല രസമാണ് ഇവിടെ. പിന്നെ പോതിപ്പാലത്ത് മീനിൻ്റെ കുറേ കച്ചവടമൊക്കെ അവിടെ രാത്രി സമയത്ത് തോണിക്കാർ മീൻ കൊണ്ടുവരും. അപ്പം അത് വാങ്ങാൻ വേണ്ടി കണ്ടില്ല. കോഴിക്കോട് ബീച്ചിലൊക്കെ ഇപ്പോഴും എന്താ തിരക്ക്. ഇപ്പം രാത്രി ലൈഫ് കൂടുതലാണ് ഇപ്പോൾ കോഴിക്കോട്. സൊറ പറഞ്ഞിരിക്കലും ഫാമിലി സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടത്തും ഒക്കെ പ്രത്യേക ഒരു രസമാണ്. കോഴിക്കോട് എന്താ പറയുക, ജീവിക്കാനൊക്കെ നല്ല സുഖമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്ത് വൈകുന്നേരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. ഇപ്പോൾ ഒരു 12 മണി 1 മണി വരെയൊക്കെ ഈ ഒരു തിരക്കിന് ഉണ്ടാവും. ഇതൊക്കെ പുതിയൊരു ഫുഡ് സ്പോട്ടില്ല, അലങ്കരിച്ച് ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നല്ല തിരക്കാണ്. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ തട്ടുകടയിൽ പോവുക, അങ്ങനെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കോഴിക്കോട് ഇനി തിങ്കളാണെങ്കിലും ഞായറാണെങ്കിലും ചൊവ്വാണെങ്കിലും തിരക്കിനൊരു ഈ സെയിം തിരക്കല്ല. എന്തെന്നായാലും കോഴിക്കോടുകാർക്ക് ബീച്ച് വിട്ടിട്ട് കളിയാണ്. പിന്നെ നമ്മളങ്ങനെ റൈഡ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോകണം വീട്ടിലേക്ക്. രാത്രി ബൈക്കിലൊക്കെ പോകാനൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകും. നമ്മളിപ്പോൾ നടക്കാവിലെത്തി. ആ സിഗ്നൽ വരാം. ഫ്ലാഷ് ഓൺ ആണ്. മൈജിയുടെ മുമ്പിലെത്തിയ സമയത്ത് മൈജി എപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു മൈജിയിലൊരു വീഡിയോ എടുത്താണ്. ഇപ്പം പൊതുവെ കളിക്കുന്നത് മൈജിയാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. ബൈ.